ഇന്ന് കേരളത്തിൻ്റെ ജനപ്രിയ നേതാവായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള സഖാവ് വി എസിൻ്റെ ഓർമ്മ ദിനമാണ്. വി എസിൻ്റെ പ്രദേശമായിട്ടുള്ള ആലപ്പുഴയിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വി എസിൻ്റെ ദിനാചരണം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നിരവധി പരിപാടികളിലൂടെ സഖാവ് വി എസിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മളിന്ന് ഓർമ്മിക്കുകയാണ്. ആലപ്പുഴയിൽ ഇന്ന് രാവിലെ വലിയ ചുടുകാട്ടിൽ വി എസിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അവിടെ പതാക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പാകെ സഖാവ് TP രാമകൃഷ്ണൻ പതാക ഉയർത്തുകയും വി എസിനെ അനുസ്മരിക്കുകയും ചെയ്തു. സഖാവ് വി എസ് കേരളത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു സംഭാവനയായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ, രൂപം കൊണ്ട് ഉടനെ തന്നെ എന്ന് പറയാം, 37-39 കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുന്നത്. 1940 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി സഖാവ് വി എസിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയാണ്. വളരെ ദരിദ്ര കുടുംബത്തിലാണ് വി എസ് ജനിച്ചത്. ജനിച്ചേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട സഖാവ് വി എസിനെ കുടുംബാംഗങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വി എസ് തന്നെ സ്വയം തൻ്റെ ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യാൻ ചെറുപ്പത്തിലേ തയ്യാറായി എന്നുള്ളതാണ് വി എസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു തയ്യൽ കടയിൽ ജോലി ആരംഭിച്ചു. കയർ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്തു. എന്നും തൊഴിലാളികളുടെ പ്രിയപ്പെട്ട പുത്രനായി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. 1964 ജനറൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളുടെ കൂട്ടത്തിൽ, പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തവരുടെ കൂട്ടത്തിൽ സഖാവ് വി എസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാം ആവേശം കൊള്ളിക്കുന്ന വസ്തുതയാണ് ഇന്നും. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഏറ്റവും ഉയർന്ന കമ്മിറ്റികളിലെല്ലാം സഖാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നേതാവാണ് സഖാവ് വി എസ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ട ചരിത്രവും ഏറെ ആവേശം കൊള്ളിക്കുന്നതാണ്. SRCPക്കെതിരായിട്ടുള്ള സമരത്തിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാൻ സാധിക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നാട്ടുരാജാക്കന്മാരുടെ ഭരണമായിരുന്നു, ജന്മിവാഴ്ചയായിരുന്നു. ആ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അതിനെതിരായിട്ട്, ജനങ്ങളുടെ അടിമത്തത്തിനെതിരായിട്ട്, ജനങ്ങൾക്കുള്ള പട്ടിണിക്കെതിരായിട്ട്, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്തതിനെതിരായിട്ട്, വഴി നടക്കാൻ അവകാശമില്ലാത്തതിനെതിരായിട്ട് ഒരുപാട് മഹാരഥന്മാർ നടത്തിയ വലിയ പോരാട്ടം, ഒരുപാട് ജനങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ആ ജന്മിവാഴ്ചക്ക് അന്ത്യം കുറിക്കാൻ നമുക്ക് സാധിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ജന്മിത്വം അവസാനിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ 1957 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരാനിടയാക്കിയത് സഖാവ് വി എസിനെ പോലെയുള്ള നിരവധി ധീരന്മാരുടെ ജനങ്ങളോടൊപ്പം നിന്നുള്ള പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പുനപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി ഒളിവിൽ പോയ സഖാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി വളരെ രൂക്ഷമായിട്ടുള്ള, അതികഠിനമായിട്ടുള്ള മർദ്ദനത്തിനാണ് വിധേയമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്നും ആവേശമുണ്ടാക്കുന്നതാണ്. മുതിർന്നു വന്നപ്പോൾ പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. സംസ്ഥാന സെക്രട്ടറിയായി, അതുപോലെ തന്നെ പാർട്ടിയുടെ PB മെമ്പറായി, അങ്ങനെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിലെല്ലാം ഒരേപോലെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സഖാവിന് സാധിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും നല്ലൊരു അനുഭവം കേരളത്തിന് കാഴ്ചവെച്ചു. ഭൂമാഫിയക്കെതിരെ വി എസ് നടത്തിയ പോരാട്ടം, കുടിവെള്ള മാഫിയക്കെതിരെ, കുടിവെള്ളം വിറ്റഴിക്കുന്നതിനെതിരായിട്ട് വി എസ് നടത്തിയ പോരാട്ടം, അത് ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാൻ പറ്റില്ല. അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വനിതാ സഖാക്കളോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യവും പരിഗണനയും അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ ആകെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർക്കെതിരെ ആക്ഷേപമുണ്ടാകുമ്പോൾ, ഓരോ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ, ആ കുറ്റവാളികൾക്കെതിരെ വി എസ് ശക്തമായ നേതൃത്വമായിട്ട് നിലകൊണ്ടു എന്നുള്ളത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. വി എസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാൻ സാധിക്കും. പരിഷ്കാര കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മന്ത്രിയായിരിക്കുമ്പോഴാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തത്. അതെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലടക്കം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ്.
അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏത് ഉത്തരവാദിത്തം ഏറ്റെടുത്താലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വലിയ ആ, കലാശാല സർവകലാശാല വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, അക്കാദമിക അത്തരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് സഖാവ് വി എസ്. സഖാവ് വി എസ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് പല മേഖലയിൽ അവരുടെ ജീവിതത്തിൽ ഗുണഫലമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആ ഓർമ്മ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് കൂടുതൽ ശക്തമായി നിർവഹിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.